ആമേൻ. ക്രിസ്തുവിന്റെ അനുയായികളായ നമുക്ക് ക്രിസ്തുവിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടേതല്ലാതെ ക്രിസ്തുവിന് ലോകത്തിൽ മറ്റു ശരീരമില്ല. സ്നേഹപൂർവ്വം മറ്റുള്ളവരെ പരിചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കരങ്ങളില്ല. നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് പാദങ്ങളില്ല. കരുണാപൂർവം ജനങ്ങളെ കടാക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളില്ല. ആശ്വാസവചനങ്ങൾ ഉച്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് നാവുകളില്ല. സ്നേഹത്തിനായി ദാഹിക്കുന്ന ലോകത്തെ സ്നേഹിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് ഹൃദയമില്ല. പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദുവും പ്രകാശവുമായ മിശിഹായെ, ഞങ്ങളെ മുഴുവനുമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണത്തെ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. ലോകത്തിന്റെ ദീപവും ഭൂമിയുടെ ഉപ്പും കരുണയുള്ളവരുമായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യപിതാവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്യനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്യനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്യനേ, നിത്യപിതാവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേലും കൃപയായി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേലും കൃപയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേലും കൃപയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേലും കൃപയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേലും കൃപയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേലും കൃപയായിരിക്കണമേ.
കൃപയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ. നിത്യപിതാവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി, 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കൃപയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കൃപയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കൃപയായിരിക്കണമേ. നിത്യപിതാവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കൃപയായിരിക്കണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കൃപയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കൃപയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കൃപയായിരിക്കണമേ. നിത്യപിതാവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി, 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 ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി,
ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർദ്ദനെ, ഞങ്ങളുടെ ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർദ്ദനെ, ഞങ്ങളുടെ ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർദ്ദനെ, ഞങ്ങളുടെ ലോകമൊക്കെയുടെ ഈശോയുടെ തിരുരക്തമേ എന്നെ പൊതിയണമേ. ഈശോയുടെ തിരുരക്തമേ എന്നെ കഴുകണമേ. ഈശോയുടെ തിരുരക്തമേ എന്നെ നയിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സിഹായ ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകത്തിന്റെ വിമോചക, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. പരിശുദ്ധത്വത്തിന്റെ അഗ്രഹരഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. അമാനുഷിക സൃഷ്ടികളിൽ വെളിപ്പെടുത്താത്ത ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്നും നമ്മെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്തത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് നമ്മെ ഉണർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതി കാരണമായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായ അമല മനോഹരിയായ പരിശുദ്ധ മറിയത്തിൽ നൽകിയ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടിതമായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. മാമോദീസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. രോഗികളെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. വ്യക്തിത ഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, ഞങ്ങളെ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണയാൽ ഞാൻ പാലിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കാരുണ്യം അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാണല്ലോ.
ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ. കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി. ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് ഈ ദീപവിളിയിൽ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരർ തയ്യൽ മേരി അഗസ്റ്റിൻ, തൈപ്പറമ്പിൽ ഔസോ പൗളി ജോസി, മണലിപ്പറമ്പിൽ റപ്പേൽ ഔസോ, കർമ്മലി സ്വപ്ന ഗ്രേസി, സെബാസ്റ്റ്യൻ, അറക്കൽ ഇനാഷ് ആന്റണി എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പുത്തേഴത്ത് ജൂസ ലൂയിസും കുടുംബാംഗങ്ങളും അവിടെ കുടുംബ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ആദ്യത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലനും ദൈവത്തിന് നന്ദി പറഞ്ഞ് സന്തോഷിക്കുകയാണ്. കാരണം തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ തെസ്സലോനിയൻ സഭയിലെ ജനങ്ങൾ ദൈവ വിശ്വാസം സ്വീകരിച്ച് ദൈവിക പുണ്യങ്ങൾ അപേക്ഷിച്ച് ജീവിച്ചു. ദൈവിക പുണ്യങ്ങളായിട്ടുള്ള വിശ്വസ്തത, ദൈവത്തോടുള്ള വിശ്വസ്തത ഏറ്റവും കൂടുതൽ അവർ പാലിക്കുകയും ചെയ്തു. പിന്നെ ഈ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാം, ഈശോ ഈ ഫരിസേയരുടെ എല്ലാം കപട ഭക്തികളെ വിമർശിക്കുകയും ആദ്യത്തെ വായനയിലെ പശ്ചാത്തലം തെസ്സലോനിയക്കാരെല്ലാം ജീവിച്ചിരുന്നത് വിവിധ സംസ്കാരങ്ങൾ ഉൾപ്പെട്ട ഒരു സ്ഥിതിവിശേഷത്തിലാണ്. അവിടെ ഗ്രീക്കുകാരുണ്ടായി, റോമൻകാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ യഹൂദരുണ്ടായിരുന്നു. പല വിധത്തിലുള്ള വിഗ്രഹാരാധനകൾ ഉൾപ്പെട്ട ഒരു സമൂഹത്തിൽ ശീലാസും പൗലോസും എല്ലാം സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് പേര് യഹൂദർ
അതുപോലെ തന്നെ ഈ റോമൻ സംസ്കാരത്തിൽപ്പെടാത്ത കുറച്ച് പേര് ഈ ദൈവവിശ്വാസം സ്വീകരിച്ചു. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ ഈ റോമയിലുള്ള കുറേ ആളുകൾ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പൗലോസിനും ശീലാസിനൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വരും. എന്നാലും ഈ ജനങ്ങൾ തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചു. അപ്പം അങ്ങനെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മൾ ആഹ്വാനം ചെയ്യുന്നു. ഉപരിപ്ലവമായി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, അഗാധമായിട്ടുള്ള വിശ്വാസത്തിൽ ജീവിക്കാനും എളിമയിൽ ജീവിക്കാനും സുവിശേഷം നമുക്ക് നിർദ്ദേശം നൽകുമ്പോൾ ഈ തെസ്സലോനിയക്കാരിലെ കുറേ ജനങ്ങളുടെ അവിശ്വാസം മാതൃക സ്വീകരിക്കുവാൻ നമ്മളെ ക്ഷണിക്കുകയുമാണ്. ഇന്നീ ബലി ദൈവത്താൽ ഏറ്റവും സ്വീകാര്യമായ രീതിയിൽ അർപ്പിക്കുവാൻ ചെയ്തുപോയ നമ്മുടെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് മനസ്സ് പിടിച്ച് ഏറ്റുപറയും. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിദ്യാർത്ഥിയാലും വാക്കാലും പ്രവർത്തകരുടെ ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ വലിയ സർവശക്തനായ ദൈവം തന്നെ പാപങ്ങൾ പുറത്ത് നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. വിശ്വാസികളുടെ മനസ്സുകൾ ഒന്നായി ഒരുമിപ്പിക്കുന്ന ദൈവമേ, അങ്ങ് കൽപ്പിക്കുന്നവയെ സ്നേഹിക്കുവാനും അങ്ങ് വാഗ്ദാനം ചെയ്തു ആഗ്രഹിക്കുവാനുമുള്ള അനുഗ്രഹം അങ്ങേ ജനത്തിന് നൽകണമേ. അങ്ങനെ ഈ ലോക ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങളുടെ മധ്യേ എവിടെയാണ് യഥാർത്ഥ സന്തോഷമുള്ളത് അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളത്. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. പൗലോസും സിൽവാനോസും തിമോത്തിയോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്കാർക്ക് സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവത്തിൻ്റെ വാത്സല്യവാചനങ്ങളായ സഹോദരരെ, നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയുമാണത്രേ. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ വർദ്ധിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. തന്മൂലം അതേക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ ഞങ്ങൾ പറയേണ്ടതില്ല. ഞങ്ങൾക്ക് ഏതു വിധത്തിലുള്ള സ്വാഗതമാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചതെന്നും ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിനും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ
മോചിപ്പിക്കുന്നവനുമായ യേശു എന്ന അവിടുത്തെ പുത്രനെ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനും വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞുവെന്നും അവർ ഞങ്ങളോട് വിവരിച്ചു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. എല്ലാവരും കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ. വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഇസ്രായേൽ തൻ്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. വിശ്വസ്തജനം ജയഘോഷം മുഴക്കട്ടെ. അവർ തങ്ങളുടെ കിടങ്ങുകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ. അവരുടെ കണ്ടങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഉയരട്ടെ. അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ്. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഈശോ അരുൾ ചെയ്തു, കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കുവാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കുവാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്നു കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരക സന്തതിയാക്കി തീർക്കുന്നു. അന്തരായ മാർഗദർശികളെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പറയുന്നു, ഒരുവൻ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, ദൈവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരും മുഖരുമായവരെ ഏതാണ് വലുത്, സ്വർണമോ സ്വർണം പവിത്രീകരിക്കുന്ന ദൈവാലയമോ? നിങ്ങൾ പറയുന്നു, ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, എന്നാൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരെ ഏതാണ് വലുത്, കാഴ്ചവസ്തുവോ കാഴ്ചവസ്തുവിനെ പവിത്രീകരിക്കുന്ന ബലിപീഠമോ? ബലിപീഠത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെ കൊണ്ടും അതിൻ്റെ മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു. ദേവാലയത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെ കൊണ്ടും അതിൽ വസിക്കുന്നവരെ കൊണ്ടും ആണയിടുന്നു. സ്വർഗത്തെ കൊണ്ട് ആണയിടുന്നവന് ദൈവത്തിൻ്റെ സിംഹാസനത്തെ കൊണ്ടും അതിൽ ഇരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്തു. ഉയർത്തുന്നിതാ എൻ ജീവിതം കാഴ്ച
സ്വീകരിക്കണമേ ഈ കാഴ്ചകൾ ആത്മാർപ്പണം ചെയ്യുന്നിതാ ഈ സ്നേഹകൂദാശയിൽ സ്നേഹപൂർവ്വം നൽകുന്നിതാ ഈ യാഗവേദിയിൽ. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെ സർവശക്തിയുടെ പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേക്കുമായി അർപ്പിക്കപ്പെട്ട ഏകബലിയാൽ ദത്തെടുക്കപ്പെട്ട ജനതയെ അങ്ങയ്ക്ക് വേണ്ടിയാണ് നേടിയെടുത്തുവല്ലോ. അങ്ങയെ സഭയിൽ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തിന് നിത്യമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതിഗീതികൾ ആവശ്യമില്ലായെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിശിഷ്ടദാനം തന്നെയാണെന്ന്. ഞങ്ങളുടെ സ്തുതിഗീതികൾ അങ്ങേക്ക് അനന്ത മഹിമയെ വർദ്ധിപ്പിക്കുന്നില്ല എങ്കിലും അവ ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുന്നത്. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധിയുടെ ഏറ്റവും ധന്യമായ നിമിഷം. ഈശോയുടെ ശരീരത്തോടും രക്തത്തോടുമൊപ്പം നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാണ്. ആകയാൽ അങ്ങയാത്മാവായ മനുഷ്യനം പോലെ ഈ കാണിക്കൽ പവിത്രമാക്കുന്നു. അങ്ങനെ ഞങ്ങൾക്കായി ഇവ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി പെരുമാറാറുണ്ട്. അവിടെ ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വന്തസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം
അങ്ങേക്ക് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരായി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിനും രക്തത്തിനും അങ്ങയെ ഞങ്ങളെ പരിശുദ്ധാത്മാവിനായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയോടുണ്ട്, ഞങ്ങളുടെ ദൈവം പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അംബ്രോസ് മെത്രാനോടും എല്ലാ വൈദികരും സന്യസ്തരും സകല വിശ്വാസികളും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കണം. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരിയും സഹോദരന്മാരെയും ബന്ധുമിത്രങ്ങളെയും ഉപകാരികളെയും അങ്ങേക്ക് പ്രിയങ്കരമാവിധം ജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്നിവിടെ വാങ്ങിയ സകലരെയും ഓർക്കുകയും അങ്ങയുടെ തേജോമയമായ തിരുമുഖം ദർശിക്കുവാൻ അവർക്ക് ഭാഗ്യം നൽകുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരുടെയും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങ് പുത്രനായ ക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകും. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായ ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്ക് എത്തിച്ചേരാം. സ്വർഗസ്ഥനായ പിതാവേ, കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈമാറാൻ നൽകണം. അനുഗ്രഹപൂർവമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയെ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അപ്പോസ്തലന്മാരുടെ കർത്താവായ യേശു ക്രിസ്തുവിലെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം അങ്ങേ സഭയുടെ വിശ്വാസത്തിന് പാർത്ത് അങ്ങേക്കുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളരുത്. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുക. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വീടിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നിത്യജീവിതത്തിനായി നമ്മെ സംരക്ഷിച്ചു. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായി എന്നും സ്തോത്രങ്ങൾ. പാരിനിന്നതിൻ നാഥനാമേ, ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാമേ. ദേവദൂതന്മാരേവരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും വാനദൂതരെന്നവർ സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ. ഭൂവും വാനവും തന്മഹിമയ തിങ്ങിടുന്നല്ലോ സന്തതം. ശ്രീവേണം ദിവ്യപ്രേഷിതരെ, ദിവ്യന്മാരുടെ സാക്ഷികൾ. നിത്യാനന്ദപ്രതാപവാനങ്ങേ വാഴ്ത്തിടുന്നു നിരന്തരം. നിസ്തുലൻ പ്രഭാപൂരിതൻ താതാനിത്യനായിടൻ സൂനുവേ. പാവനാത്മ പ്രിയങ്കരദൈവമേ, സ്വസ്ത്രമെന്നോമെന്നേക്കുമേ. ലോകമാകവേ പാവനം സദാ കീർത്തിക്കുന്നങ്ങേ സാദരം. പ്രഭവവീരം രാജനാളം നീ, ക്രിസ്തുനാഥം മഹോന്നത. ഉന്നതനായ താരൻ തന്നോടെ ദിവ്യനാമസ്തുതിവാണു നീ. മർത്യരക്ഷകനായ കന്യകയിൽ നീ അങ്ങ് മണ്ണിയുടെ ജാതനായി. മൃത്യുവെ ജയിച്ചങ്ങ് മക്കൾക്കായി സ്വർഗവാതിൽ തുറന്നതോ. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് വാഴുവീ ഭവ്യശോഭയിൽ. അങ്ങുതാ വിധിയാളനായി വരും എന്നും വിശ്വസിക്കും ദൈവം. കാത്തിടൂ നാഥാനിൻ ശരണങ്ങൾ, ആശീസേകണേ നിത്യവും. നീ ഭരിക്കുക നിൻ ജനങ്ങളെ, ഉന്നതീകരണേ. നിത്യവും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, പാവന നാമവും സദാ. ഇന്നു ഞങ്ങളെ പാപമേശായ നിന്നരുകണമേ.
നിത്യപുരോഹിതനായ ഈശോയെ അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കേറ്റുന്ന അവിടുത്തെ പരിശുദ്ധരായ വൈദികരെ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ നിശ്ചയത്തിന് സുശ്രേഷ്ഠത ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൂടാതെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിയായ കാരുണ്യത്തിൻ്റെ സമ്പൂർണ്ണ ഔഷധം ഞങ്ങളെ ഫലമണിയിക്കുകയും കാവ്യപൂർണ്ണം പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അങ്ങനെ എല്ലാവരും അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാവുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവരെ കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും ജീവിക്കും. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്